ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വാസമില്ലാത്ത പ്രതിപക്ഷത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളെ ശക്തമായി അപലപിച്ച കേന്ദ്രം നീറ്റ് പരീക്ഷാ തട്ടിപ്പ് ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളിലും പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എന്നാൽ പ്രതിപക്ഷത്തിന്റേത് ജനാധിപത്യ വിരുദ്ധവും ഉത്തരവാദിത്തമില്ലാത്തതുമായ സമീപനമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. സർക്കാർ സ്വീകരിച്ച കർശന നടപടികൾ രാജ്യത്തിന് മുന്നിൽ വിശദീകരിക്കാൻ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി. എന്നാൽ സഭയിൽ ചർച്ച ഒഴിവാക്കാൻ പ്രതിപക്ഷം ഒഴിവുകഴിവുകളും തടസ്സങ്ങളും തിരയുകയാണെന്നും രാജ്യസഭയിൽ തുറന്നടിച്ചിരിക്കുകയാണ് കിരൺ റിജിജു. ये प्रजातांत्रिक मूल्यों का हनन कर रहे हैं। अभी हमारे पार्लियामेंट्री अफेयर्स मिनिस्टर किरण रिजिजू जी ने बहुत स्पष्ट शब्दों में कहा है कि सरकार हर मुद्दे पर चर्चा करने के लिए तैयार है और इसके साथ साथ नीट में पेपर लीक और उससे निकलने वाली सारी गतिविधियों पर भी हमारी सरकार चर्चा करने के लिए तैयार है। सरकार नीट पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है जब चर्चा होती है तो किसी नियम के तहत होना पड़ता है और इसका व्यवस्था बनाना पड़ता है। मैं अनुरोध करता हूं कि चर्चा कब होना है, चर्चा का ड्यूरेशन कितना लंबा चर्चा होना है और किस नियम के तहत होना है। माननीय स्पीकर महोदय सारे पार्टी के फ्लोर लीडर से बातचीत करके इसका निर्णय किया जाए। सरकार पूरी तरह से नीट पेपर लीक पे चर्चा करने का तैयार है। നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നന്ദൻ, ഏറ്റവും പ്രധാനപ്പെട്ട രസം ഈ ആദ്യം ചർച്ച വേണമെന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്, പിന്നീട് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമ്പോൾ ഞങ്ങളിപ്പോൾ ചർച്ചയ്ക്കില്ല എന്ന് പറയുന്നതും പ്രതിപക്ഷമാണ്. എന്തൊരു പരിഹാസമാണ്, അല്ലെങ്കിൽ എന്തൊരു പരിഹാസ്യപരമാണ് ഇവരുടെ നിലപാടുകൾ? പ്രജത്ത്, രാജ്യത്തിന്റെ ഭാവി തലമുറയെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ നിന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ വ്യക്തമാക്കുന്നത്. നീറ്റ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായ ചർച്ചയ്ക്ക് മോദി സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് ആവർത്തിക്കുമ്പോഴും സഭ തടസ്സപ്പെടുത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം എന്നുള്ളതാണ് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് സർക്കാർ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്നിപ്പോൾ രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികൾക്കായി BJP സർക്കാർ സ്വീകരിച്ച കർശന നടപടികൾ സഭയിൽ വിശദീകരിക്കാൻ 100% തയ്യാറാണെന്ന് അറിയിച്ചിട്ടും ഈ പലവിധ നിബന്ധനകൾ ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വം ചർച്ച തടസ്സപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെത് തികച്ചും അട്ടിമറി അജണ്ടയും ഉത്തരവാദിത്തമില്ലാത്ത സമീപനവുമാണെന്നാണ് രാജ്യസഭാ നേതാവും അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള JP നദ്ദ ഇന്ന് സഭയിൽ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പാർലമെന്ററി മര്യാദകളും ജനാധിപത്യ മൂല്യങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇന്ത്യ സഖ്യം ഇത്തരത്തിലൊരു ജനവിരുദ്ധ നീക്കം നടത്തുന്നത്. അതിന് രാജ്യം മാപ്പ് നൽകില്ല കോൺഗ്രസിനോട് എന്നുള്ളതും JP നദ്ദ സൂചിപ്പിക്കുകയുണ്ടായി രാജ്യസഭയിൽ. ഏതായാലും ഭരണപക്ഷം പ്രധാനമായും അടിവരയിടുന്നത് അത് തന്നെയാണ്. ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷമാണ്. വിദ്യാർത്ഥികളുടെ ഭാവി തലമുറയെ മുൻനിർത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും അതിൽ നിന്ന് ചില നിബന്ധനകളും അല്ലെങ്കിൽ ചില മുട്ടാപ്പൂക്ക് ന്യായങ്ങൾ പറഞ്ഞ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സഖ്യം ഒളിച്ചോടുകയാണ് എന്നുള്ളതാണ് സർക്കാർ ഇന്നിപ്പോൾ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, നന്ദനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രധാനപ്പെട്ട വിഷയം അത് രാജ്യത്തിന്റെ പാർലമെന്റിലെ സഭകളിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് തയ്യാറാകാതെ തെരുവിൽ കലാപം സൃഷ്ടിക്കുക, ഒപ്പം സഭയിലും ബഹളം വയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിൽ ഇവർക്ക് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പുറത്തുവരുന്ന സംഭവവികാസങ്ങൾ ഓരോന്നും.